കിഫ്ബി ടോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ LDFിൽ അന്തിമ തീരുമാനമാകാത്തതുകൊണ്ട് ഈ വർഷം നടപ്പിൽ വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കിഫ്ബി ഈ വിഷയത്തെക്കുറിച്ച് പഠനം തുടങ്ങിയിട്ടേയുള്ളൂ. അത് LDFിൽ തന്നെ തീരുമാനമാകണം. പൊതുജനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണം. അതിനിടയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും. തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. പക്ഷേ ഞാൻ നിലവിൽ മറ്റൊരു വഴിയുമില്ലെങ്കിൽ കിഫ്ബി ടോളിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങൾ. ഒന്ന്, കേരളം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കടക്കെണിയുണ്ട്. കേരളം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ നിലവിൽ കേരളത്തിന് കിഫ്ബി ടോൾ അല്ലാതെ മറ്റൊരു വഴിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇതിൻ്റെ നേരത്തെയുള്ളൊരു അടിസ്ഥാന കാര്യം എന്താണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു. അത് ഞാൻ ഒന്നുകൂടി കണക്ക് വെച്ച് വിശദീകരിക്കുകയാണെങ്കിൽ, നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന് എത്രയാണ് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ കഴിയുക? അഥവാ വായ്പയായി നമുക്കെടുക്കാൻ കഴിയുന്നത് 3% മൊത്തം GDPയുടെ. 11 ലക്ഷമാണ് നമ്മളുടെ GDP എന്ന് കരുതിയാൽ 11 ലക്ഷം കോടിയാണ് നമ്മളുടെ മൊത്തം GDP എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് കടമെടുക്കാവുന്നത് ഏകദേശം അതിൻ്റെ 3.3%. ആ 3%-നോടൊപ്പം ഊർജ്ജ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, നമ്മുടെ വൈദ്യുതി മേഖലയിലെ പരിഷ്കാരത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഒരു 0.5 കൂടി ചേർത്താൽ 3.5 നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. 3.5% നമുക്ക് വായ്പാ പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എത്രയാണ്? വായ്പാ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് 3.5 ആണെങ്കിലും 2022-23 നമുക്ക് ലഭിച്ചത് 2.44% ആണ്. 2023-24 നമുക്ക് ലഭിച്ചത് 2.88 ആണ്. ഇത് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 11,000 കോടി മുതൽ 13,000 കോടിയോളം രൂപ പ്രതിവർഷം നമുക്ക് വായ്പാ പരിധിയിൽ തന്നെ കുറവ് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഇത് അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിലവിൽ ഇതിൻ്റെ അടിസ്ഥാന വിഷയമായി പറഞ്ഞത് കിഫ്ബി മാത്രമല്ല, നമ്മൾ പെൻഷന് വേണ്ടി രൂപം കൊടുത്തിരിക്കുന്നൊരു കമ്പനിയുണ്ട്. അതിൻ്റെ പേരിലുള്ള പെൻഷൻ ഫണ്ടിൻ്റെ പലിശയും കിഫ്ബിയുടെ വായ്പയും നിലവിൽ കേരളത്തിൻ്റെ കടമെടുപ്പിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തുന്നത് കേന്ദ്രം. ഇവിടെയാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇല്ലാത്ത ഒരു ബാധ്യത കേരളത്തിലെ കിഫ്ബി എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഓഫ് ബഡ്ജറ്റിംഗ് ബോറോയിങ്ങിന് എങ്ങനെയാണോ സമാനമായ രീതിയിൽ നമ്മൾ കിഫ്ബിയെ നിശ്ചയിച്ചിട്ടും കിഫ്ബിക്ക് മേൽ വന്ന് പെടുന്നത്. അതിനൊരു ഒറ്റ കാരണമാണ്. ആ കേസിന് പോയത് മാത്യു കുഴൽനാടനാണ് കേരളത്തിൽ നിന്ന്. മാത്യു കുഴൽനാടൻ അന്ന് BJP സർക്കാർ പറഞ്ഞ അതേ വാദം മുന്നിൽ വെച്ചുകൊണ്ട് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെയാണ് കോടതിയിൽ കേസ് വാദിച്ചത്. ഒടുവിൽ CAGയും റിപ്പോർട്ടിൽ അതേ കാര്യം തന്നെ കുറിച്ചു വെച്ചു. ഒടുവിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തു. കേരളത്തിന് കിട്ടുന്ന വായ്പാ പരിധിയിൽ കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിൻ്റെയും കൂടി പണം കൂടി ഉൾപ്പെടുത്തണം. അതിൻ്റെ കാരണം നമ്മുടെ ഷുവട്ടി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ മാത്രം ഗ്യാരണ്ടിയിലാണ് ഈ കിഫ്ബി പ്രവർത്തിക്കുന്നത്. അഥവാ കിഫ്ബിയിൽ നിങ്ങൾ പണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പണം തിരിച്ച് 30-40 വർഷത്തിന് ശേഷം പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ അത് കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ്. മറ്റൊരു സോഴ്സും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടി അത് സർക്കാരാണ് ഗ്യാരണ്ടി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യത്തിലും സർക്കാർ തന്നെയാണ് ഗ്യാരണ്ടി. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് NHAയ്ക്ക് ഇല്ലാത്തൊരു കാര്യം കേരളത്തിന് മാത്രം ബാധകമെന്നൊരു ക്വസ്റ്റ്യൻ ലീഗൽ പോയിന്റ് ആയിട്ട് വന്നു. സംഭവം ശരിയല്ലേ? NHAയ്ക്ക് ഒരു നിയമം, കേരളത്തിൽ കിഫ്ബിക്ക് ഒരു നിയമം എന്ന് വരുന്നത് ശരിയല്ലല്ലോ. ഒടുവിൽ 33,000 രൂപ കിട്ടേണ്ടടുത്ത് ഏകദേശം 11,000 രൂപ കുറച്ച് 22,000 കോടിയായിട്ട് കടമെടുക്കൽ പരിധി നിശ്ചയിച്ചപ്പോഴാണ് കേരളം ആ ഞെട്ടൽ തിരിച്ചറിഞ്ഞത്. 11,000 കോടി ഒരു വർഷം നമുക്ക് കടമെടുക്കുന്നതിന് വിലക്ക് വരികയാണ്. അത് എത്രമാത്രം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ അടിസ്ഥാന വിഷയങ്ങൾ, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അപ്പോഴാണ് വലിയ ചോദ്യം ഡിബേറ്റായിട്ട് ഉയർന്നു വന്നത്. നിങ്ങൾക്കൊരു ഭാഗത്ത് കിഫ്ബി വേണോ കിഫ്ബി വേണ്ടേ എന്നൊരു ചോദ്യമാണ്. പ്രതിപക്ഷം ആദ്യം കിഫ്ബി എതിർത്തു. നേരത്തെ പറഞ്ഞ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം, ഇന്ന് ധനമന്ത്രി പറഞ്ഞത് കഴുത്തു പിടിച്ച് ജനിക്കാൻ ശ്രമിച്ചു എന്നാണ്. ശരിയാണ്, ഇത് നിങ്ങൾ കടക്കണിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു പ്രതിപക്ഷം ആരോപിച്ചു. പക്ഷേ അതിൽ ഏറ്റവും അപകടകരമായ കാര്യം കോടതിയിൽ പോയൊരു വിധി ഇതിനെതിരെ സമ്പാദിക്കുകയും അത് കേന്ദ്ര സർക്കാർ ഉത്തരവായിട്ട് പുറത്തിറക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സാമ്പത്തിക വർഷം 11,000 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് നമ്മൾ കരുതി. പക്ഷേ പിന്നീട് പെൻഷൻ ഫണ്ട് അതിൽ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ 5,700-6,000 കോടി രൂപയുടെ നഷ്ടം പ്രതിവർഷം നമുക്കുണ്ടാവുന്നത് ഈ കിഫ്ബിയുടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നമ്മുടെ വായ്പാ പരിധിയിൽ വന്നത് കാരണമാണ്. ഇതെങ്ങനെ പരിഹരിക്കും? NHAയ്ക്ക് ഇല്ലാത്തൊരു കാര്യം കിഫ്ബിക്ക് വന്നപ്പോൾ NHAയുടെ ന്യായമായി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ NHA വരുമാനമുണ്ടാക്കുന്നു, റവന്യൂ ജനറേറ്റിംഗ് ആണ്. നിങ്ങളുടെ കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് ആണോ എന്നാണ് ചോദിച്ചത്. റവന്യൂ ജനറേറ്റിംഗ് ആയ കുറേ പദ്ധതികൾ സർക്കാർ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എത്ര പദ്ധതികൾ. ഉദാഹരണത്തിന് നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലെ പേവാർഡ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാ. ആ പേവാർഡുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അതേപോലെ ലൈഫ് സയൻസ് പാർക്കുകളിൽ നിന്ന് കിട്ടുന്നത് പോരാ. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആദായവും
നിങ്ങളുടെ ഈ വരുമാനവും തമ്മിൽ അന്തരമില്ല. അതുകൊണ്ട് ഇത് വീണ്ടും സർക്കാരിൻ്റെ ബാധ്യതയായി മാറുന്ന സാഹചര്യത്തിൽ കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾ ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാണെന്ന് തെളിയിക്കണം. എങ്ങനെ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എങ്ങനെയാണോ റവന്യൂ ജനറേറ്റിംഗ് മോഡലാവുന്നത്, അതേപോലെ കിഫ്ബിയും ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലായിട്ട് തീരുമാനിക്കണം. സർക്കാരിന് മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, കിഫ്ബിയെ വേണ്ടെന്ന് വയ്ക്കാം. കിഫ്ബിയെ വേണ്ടെന്ന് വെച്ച് പരമ്പരാഗതമായി പ്ലാൻ ഫണ്ടുകളിലൂടെ നമ്മൾ എങ്ങനെയാണോ വികസനം കൊണ്ടുവന്നത്, എങ്ങനെയാണോ സ്കൂളുകളും പാലങ്ങളും ആശുപത്രികളും കെട്ടിയത്, അതേപോലെ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഒരു വികസനവും നടക്കില്ല. കാര്യം ഈ പണം മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബോറോ ചെയ്യാൻ കഴിയില്ല. നിലവിൽ സർക്കാർ കൊടുക്കുന്ന പണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ബോറോ ചെയ്യാൻ കഴിയൂ. ഇനിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ക്രൂരത. 2019 ഈ സംവിധാനം നിലവിൽ വന്നപ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ കിഫ്ബി എടുത്തിരിക്കുന്നത് പോലും, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി എടുത്തിരിക്കുന്ന പണം കൂടി ഗഡുക്കളായി ഈ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന വിചിത്രമായ ഒരു തിട്ടൂരം കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും നമുക്ക് ബാധ്യത കൂടി. ഇപ്പോൾ കടമെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നേരത്തെ കടമെടുത്തതിന് വേണ്ടി നമ്മളെ പീനലൈസ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് മികച്ച സ്കൂളുകൾ വേണോ? മികച്ച ആശുപത്രി വേണോ? മികച്ച റോഡുകൾ വേണോ? മികച്ച പാലങ്ങൾ വേണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ വേണമെന്ന് തന്നെയാണ്. പക്ഷേ പണം എവിടെ നിന്ന് കിട്ടും? ആ പണം നിങ്ങൾക്ക് കിഫ്ബിയിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും വഴിയിൽ ബോറോ ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി കിഫ്ബി രൂപീകരിക്കുമ്പോൾ അതിൽ നേരത്തെ മസാല ബോണ്ടിലൊക്കെ വലിയ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് സർക്കാർ തിരിച്ചടച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ മറികടക്കാൻ ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാണെന്ന് നമുക്ക് സ്ഥാപിച്ചേ മതിയാവൂ. ആ റവന്യൂ ജനറേറ്റിംഗ് മോഡലായി അതിനെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ടോളുകളല്ലാതെ മറ്റെന്തു മാർഗം എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോൾ ഇവിടെ അനുവദിച്ചിരിക്കുന്ന 87,000-ലധികം കോടി രൂപ, 87,367 കോടി രൂപയുടെ പ്രോജക്റ്റ് 2024 ഡിസംബർ 31 വരെ നടപ്പിലാക്കി കഴിഞ്ഞു. അതിൽ 20,000 കോടി മാറ്റിവെച്ചുള്ളൂ. 20,000 കോടി ഭൂമി ഏറ്റെടുക്കലിനാണ്. അതിൽ 6,000 കോടി കൊടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത വിധത്തിൽ നമ്മുടെ സംസ്ഥാനം 6,000 കോടി രൂപ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫണ്ടിൽ നിന്ന് കൊടുത്താണ് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പണി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ടോളിൽ നിന്ന് 5 പൈസ കേരളത്തിന് കിട്ടില്ല. അതായത് ആ 6,000 കോടി രൂപ നമ്മൾ ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തതിൻ്റെ ഒരു വിഹിതം പോലും കിഫ്ബിയിലേക്ക് തിരിച്ച് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊടുക്കില്ല. അപ്പോൾ 6,000 കോടി കൊടുത്തത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്. ആ പണം ഇവിടെ നിന്ന് കണ്ടെത്തും? കേന്ദ്ര സർക്കാരിനുള്ള ചോദ്യത്തിന് അത് നിങ്ങൾ റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കിക്കോളൂ. പക്ഷേ 6,000 കോടിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോളിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിലും കൂച്ചുവിലങ്ങിടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് മുന്നിൽ ഒന്ന് കിഫ്ബിയെ ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റണം. നമ്പർ 2, അങ്ങനെ കേന്ദ്ര സർക്കാരും കോടതിയും നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പരിമിതിയിൽ നിന്ന് മറികടക്കണം. അങ്ങനെ മറികടന്നാൽ ഇത് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ ആ അർത്ഥത്തിൽ നമുക്ക് സർക്കാരിൽ നിന്ന് കൂടുതൽ പണം 3.5% എന്ന നിലയിൽ കടമെടുക്കാൻ സാധിക്കും. അങ്ങനെ കടമെടുക്കുകയാണെങ്കിൽ നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ നിർബാധം തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. എന്നാൽ പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നതിനാണ് കിഫ്ബിയിൽ ടോള് പാടില്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അതേസമയം നോക്കൂ, ദേശീയപാതയിൽ ഇനി വരാൻ പോകുന്ന സ്ഥലങ്ങളിലും ടോളുകൾ വരാൻ പോവുകയാണ്. ഇവിടെ ടോൾ എത്ര വരും? ഭൂനികുതിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം ഇങ്ങനെയാണ് പറഞ്ഞത്. ഭൂനികുതി വലിയ രീതിയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഒടുവിൽ കണക്ക് നമ്മൾ തന്നെ കാണിച്ചു. ഒരു ഭൂനികുതിയിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്നിപ്പോൾ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ട്രോൾ ഞാൻ കണ്ടു. നിങ്ങൾ ഒരു ഏത്തപ്പഴംപൊരി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ GST അടയ്ക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 10 സെൻറ്റിൽ താഴെയാണ് പഞ്ചായത്തിൽ നിങ്ങളുടെ ഭൂമിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂനികുതി അടയ്ക്കേണ്ടി വരുന്നത്. അത്ര ചെറിയൊരു തുകയാണ് നിങ്ങൾക്ക് ഭൂനികുതി അടയ്ക്കേണ്ടി വരുന്നത്. അതേപോലെ സമാനമായ തുകയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യൂസർ ഫീ എന്ന പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് നിർബന്ധിക്കപ്പെടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ 600ഓളം ഏക്കറുകൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ കെമിക്കൽ പാർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. പെട്രോ കെമിക്കൽ ആൻഡ് ഫാർമ പാർക്ക് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. 1800ഓളം കിലോമീറ്റർ നമ്മളുടെ കോസ്റ്റൽ ഏരിയയിൽ തന്നെ റോഡ് നിർമ്മാണത്തിന് കിഫ്ബി ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ 125 ഏക്കറിൽ പരന്നു കിടക്കുന്ന ലൈഫ് സയൻസ് പാർക്കുണ്ട്. 45,000-ലധികം ഹൈടെക് ക്ലാസ് റൂമുകൾ നമ്മളുടെ സംസ്ഥാനത്ത് ഈ കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. കിഫ്ബി വേണ്ടേ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ. കിഫ്ബി വേണമെങ്കിൽ നമുക്കതിനെ റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ അത് ഭീകരമായ ടോളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതിനോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഈ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ സർക്കാർ ഒരു സംവിധാനം കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ IT പാർക്കുകൾ കൊണ്ടുവരാൻ പോകുന്നു. കൊല്ലത്ത് IT പാർക്ക് വരുന്നു, കൊട്ടാരക്കര IT പാർക്ക് വരുന്നു, കണ്ണൂർ IT പാർക്ക് വരുന്നു. ഈ IT പാർക്കുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള മുതൽ മുടക്കില്ലാതെ തന്നെ റവന്യൂ ജനറേറ്റിംഗ് മോഡലായിട്ടാണ് കിഫ്ബി അതിനെ വിഭാവനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിഫ്ബി എന്നൊരു ആശയത്തെ നമുക്ക് കൊല്ലാൻ കഴിയില്ല. കിഫ്ബി എന്ന ആശയത്തെ കൊല്ലാതിരിക്കണമെങ്കിൽ നിലവിൽ കിഫ്ബി
മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിഫ്ബിക്ക് മേലുള്ള ഒരു ഡെമോക്രസിൻ്റെ വാളുപോലെ കിടക്കുന്ന ഈ വായ്പാ പരിധിയുടെ പരിമിതിയിൽ നിന്ന് അതിനെ നമുക്ക് മറികടത്തേണ്ടതുണ്ട്. അതിന് ഈ സ്വാഭാവികമായും റവന്യൂ ജനറേറ്റിംഗ് മോഡലായി കിഫ്ബി മാറ്റേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കിഫ്ബി റോഡുകളിൽ ടോൾ വരാതിരിക്കാതെ അത് സാധ്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.